പരിശുദ്ധ അമ്മ പാപരഹിതയാണ്. വിശുദ്ധരായ ജോവാക്കീമിനും അന്നാമ്മയ്ക്കും വാർദ്ധക്യത്തിൽ ദൈവം നൽകിയ നിധിയാണ് പരിശുദ്ധ മറിയം. ലോകം വന്ധ്യയെന്ന് പറഞ്ഞ അന്നയുടെ ഉദരത്തിൽ അനേകകാലത്തെ പ്രാർത്ഥനയ്ക്കും സഹനത്തിനും കാത്തിരിപ്പിനും ഉത്തരമായി കിട്ടിയ മകൾ, ഉത്ഭവപാപമോ ജന്മപാപമോ ഏൽക്കാതെ ജനിച്ച പരിശുദ്ധ മറിയം. ദൈവിക പദ്ധതിക്ക് നമ്മെ തന്നെ വിട്ടുകൊടുത്താൽ എല്ലാ സഹനത്തിനും ഉത്തരമുണ്ട് എന്ന പാഠമാണ് ഈ കുടുംബം നമ്മെ പഠിപ്പിക്കുന്നത്. അനേക നാളത്തെ അപമാനം ദൈവം നീക്കിക്കളഞ്ഞത് ഏറ്റവും ഭാഗ്യവതിയായ ഒരു മകളെ അവർക്ക് നൽകിക്കൊണ്ടാണ്. പറഞ്ഞാൽ ആരും വിശ്വസിക്കാത്ത ഒരു പ്രവൃത്തി ദൈവം അന്നായ്ക്ക് ചെയ്തു. നമ്മുടെയൊക്കെ ജീവിതത്തിലും സമയാസമയങ്ങളിൽ ഇടപെടുന്ന ദൈവത്തെ കാണുവാൻ നമ്മെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഇത് ജപമാല മാസമാണ്. ഈ ദിനങ്ങളൊക്കെ അതിനുള്ളൊരു കാരണമാക്കാം. പാപരഹിതയായ അമ്മയെപ്പോലെ പാപസാഹചര്യങ്ങളിൽ നിന്ന് മാറി നമുക്കും നമ്മെ പവിത്രമാക്കാം. കാനായിലെ കണ്ണുനീരിനെ അനുഗ്രഹമാക്കിയ അമ്മ മാതാവിന്റെ മാധ്യസ്ഥ്യം നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബത്തിലുണ്ടാവട്ടെ. ചുറ്റുവട്ടങ്ങളിലൊക്കെ ഒരുപാട് പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടാകുന്നുണ്ട്, ഒരുപാട് സങ്കടത്തിലായിരിക്കുന്നുണ്ട്. അമ്മ മാതാവിനോട് ചേർത്ത് വെച്ച് നമ്മുടെ എല്ലാ സ്വപ്നങ്ങളെയും എല്ലാ സങ്കടങ്ങളെയും വിശുദ്ധീകരിക്കണമേ എന്ന് ഇന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.